തിരുവനന്തപുരം കാര്യവട്ടം കോളേജ് ക്യാമ്പസിലെ വാട്ടർ ടാങ്കിൽ കണ്ടെത്തിയ അസ്ഥികൂടം ആരുടേതാണെന്ന് കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചു പോലീസ്. കണ്ടെത്തിയ അസ്ഥികൂടം വിശദമായ പരിശോധന നടത്തി പുരുഷന്റേതാണെന്ന് സ്ഥിരീകരിച്ചു. ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇന്നലെ വൈകിട്ടോടെയാണ് തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിനുള്ളിൽ പഴയ വാട്ടർ ടാങ്കിനുള്ളിൽ നിന്ന് അസ്ഥികൂടം കണ്ടെത്തിയത്. കോളേജിലെ ജീവനക്കാരനാണ് അസ്ഥികൂടം ആദ്യം കണ്ടത്. കഴുത്തിന്റെ ഭാഗത്ത് കുരുക്കിട്ട നിലയിലായിരുന്നു അസ്ഥികൂടം. പോലീസ് എത്തിയെങ്കിലും ഇന്നലെ തന്നെ പുറത്തെടുക്കാൻ സാധിച്ചിരുന്നില്ല. തുടർന്നാണ് ഇന്ന് രാവിലെയോടെ പോലീസിനൊപ്പം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ഫോറൻസിക് സംഘവും കൂടി ടാങ്കിനുള്ളിലിറങ്ങി അസ്ഥികൂടം പരിശോധിച്ചത്. ശേഷം ഏറെ നേരം നീണ്ട ശ്രമങ്ങൾക്കൊടുവിൽ ഇത് പുറത്തെത്തിച്ചു. കണ്ടെത്തിയ അസ്ഥികൂടം പുരുഷന്റേതാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. തൊപ്പി, കണ്ണട, ടൈ എന്നിവ കൂടാതെ അസ്ഥികൂടത്തിന് സമീപത്തു നിന്ന് ബാഗും കണ്ടെത്തിയിട്ടുണ്ട്. വിശദമായ പരിശോധനയിൽ ആത്മഹത്യയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. എന്നാൽ അസ്ഥികൂടം ആരുടേതെന്ന് കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. കഴക്കൂട്ടം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. അതേസമയം അസ്ഥികൂടം ലഭിച്ച സമാന സംഭവങ്ങൾ മുൻപും ക്യാമ്പസിലുണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ വിശദമായ അന്വേഷണത്തിനാണ് പോലീസ് ഒരുങ്ങുന്നത്. അതേസമയം കോളേജ് ക്യാമ്പസിനുള്ളിലെ ഉപയോഗശൂന്യമായ വാട്ടർ ടാങ്ക് പൊളിച്ചു മാറ്റാൻ ജല അതോറിറ്റിക്ക് ഫയർഫോഴ്സ് സംഘം നിർദ്ദേശം നൽകി. അമൃത ന്യൂസ്, തിരുവനന്തപുരം.